അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് കാറിന്റെ റൂഫിൽ വീണ കുഞ്ഞുമായി കാർ സഞ്ചരിച്ചത് 10 കിലോമീറ്ററാണ്. മധ്യപ്രദേശിലെ രേവ ജില്ലയിലാണ് ഈ ദാരുണമായ അപകടം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബത്തെയാണ് അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. പിന്നാലെ ഇടിയുടെ ആഘാതത്തിൽ റൂഫിലേക്ക് തെറിച്ചു വീണ 1.5 വയസ്സുകാരനുമായാണ് കാർ 10 കിലോമീറ്ററോളം സഞ്ചരിച്ചത്. അപകടത്തിന് പിന്നാലെ കാർ നിർത്തുന്നതിന് പകരം റൂഫിൽ കുടുങ്ങിയ കുട്ടിയുമായി ഡ്രൈവർ ഓടിച്ചു പോവുകയായിരുന്നു. ബഹേര ദബാർ ഗ്രാമത്തിൽ താമസിക്കുന്ന ഉമേഷും സഹോദരന്റെ ഭാര്യ മുനി സാഗേതും മകൻ സൂരജ് സാഗേതുമാണ് ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈ സമയം അമിത വേഗത്തിലെത്തിയ ഒരു കാർ അവരെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 1.5 വയസ്സുകാരൻ തെറിച്ച് കാറിന്റെ റൂഫിൽ വീണു. എന്നാൽ കാർ നിർത്തുന്നതിന് പകരം റൂഫിൽ വീണ കുട്ടിയുമായി ഡ്രൈവർ ഓടിച്ചു പോവുകയായിരുന്നു. കാഴ്ച കണ്ട് പരിഭ്രാന്തരായ ഗ്രാമവാസികൾ പോലീസിൽ അറിയിക്കുകയും വാഹനത്തെ പിന്തുടരാൻ തുടങ്ങുകയും ചെയ്തു. കുറച്ചു ദൂരം ഓടിച്ചതിനു ശേഷം കാറിലുണ്ടായിരുന്നവർ തന്നെ റൂഫിലുണ്ടായിരുന്ന കുട്ടിയെ എടുത്ത് അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശേഷം ഇവർ സ്ഥലം വിടുകയും ചെയ്തു. CHC ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. തലയ്ക്കടക്കം പരിക്കേറ്റ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. അതേസമയം ഉമേഷും കുട്ടിയുടെ അമ്മയും സിദ്ദിയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ട്. അപകടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് രജിസ്ട്രേഷനിലുള്ള കാറിനും ഡ്രൈവർക്കും വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഇപ്പോഴും തുടരുകയാണ്.